ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ വീണ്ടും ഒരു അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കാണെങ്കിൽ കുറേ ഐറ്റംസ് വരാനും ഉണ്ട്. നമുക്കാണെങ്കിൽ ഇപ്പം ഉള്ളത് വെച്ച് ഞാനൊരു വീഡിയോ തട്ടിക്കൂട്ടോ. കാരണം വേറൊന്നുമല്ല, ഇതിപ്പം വന്ന് നാളെ അവധിയാണ്, ഞായറാഴ്ചയാണ്. സോറി, വീഡിയോ ഇപ്പോൾ എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാൽ പോലും നാളെ ഇന്ന് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞായറാഴ്ച കൊണ്ട് നമുക്ക് വരാനുള്ള കുറച്ച് കൊറിയറുകൾ സ്റ്റക്കായിപ്പോയി. അത് തിങ്കളാഴ്ചയായിട്ട് വരും. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. അപ്പം വാട്ടവർ വന്ന കുറച്ച് സ്റ്റോക്കുകൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത്. പീസായിട്ട് വന്നതിനെ കൊണ്ട് ഏതൊക്കെയാണ് വന്നതെന്ന് നമുക്ക് ആക്ച്വലി അറിയത്തില്ല. നോക്കണം. ഇത് ഞാൻ പിന്നെ ഒന്ന് പൊട്ടിച്ചായിരുന്നു. ഇതിനകത്ത് നമുക്ക് കുറേ പോൾ റോഡ്സ് ഉണ്ടായിരുന്നു ആക്ച്വലിയുടെ. അപ്പം അർജൻറ്റ് ആയതുകൊണ്ട് പൊട്ടിച്ച് എടുത്തു. ഇതെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ വെള്ളത്തിനും ചള്ളയിലും ഒക്കെ ഇറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, ആ സംഭവമാണ്. ഇതൊരു ബ്ലേസർ അങ്ങനെയാണ്ട് പറയാം. അപ്പം ഇതേലത്തെ ഒരു 34 ആ സൈസിനകത്തൊക്കെ വരുന്ന കുറേ സംഭവങ്ങൾ നമ്മളിലുണ്ട്. 950 രൂപ റേറ്റ് വരുന്ന കുറച്ച് സംഭവമുണ്ട്. 34 സൈസാണ്. നോർമലി ഒരു 6 ഫീറ്റ് ഒരു 5.2 5.8 അതിനകത്തുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സംഭവമാണ്. ഇത് അത്യാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട്. 950 രൂപയാണ് റേറ്റ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1-2 ബോക്സുകളാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് റോഡുകളാണ്. റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് വേറെ ഒരു പരിപാടിയില്ല, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ തോന്നും. നമുക്ക് വേറെ ഇല്ല. നമ്മളിപ്പം വേറെ ഒന്നുമല്ല, ഫിഷിങ്ങിന് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുന്നില്ല. മെയിനായിട്ട് ക്യാമറ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും മീൻ കിട്ടുന്നില്ല. ക്യാമറ ഇല്ലാതിരിക്കുന്ന നമുക്ക് പിന്നെയും കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ മീൻ അടിക്കുന്ന സമയം കേട്ടോ, മീൻ അടിക്കുന്ന സമയം ഞാൻ പിന്നെ എൻ്റെ ഒരു ശോചനീയ അവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഒരു ബൈക്കാസ്റ്റർ റോഡ് വന്നിട്ടുണ്ട്. ഒറിജിനൽ ആണോ എന്ന് ഞാൻ കൺഫേം പറയുന്നില്ല. കണ്ടിട്ടൊരു ചാത്തൻ ലുക്കാണ്. ഒറിജിനലാണോ ചാത്തനാണോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. വാട്ടവർ ഷേക്സ്പിയറിൻ്റെ ബ്രാൻഡിങ്ങിലൊക്കെ വന്നേക്കുന്ന ഒരു റോഡാണ്. ഒരു വലിയ പ്രീമിയം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പക്ഷേ റേറ്റ് കുറവുള്ള റോഡാണ്. എനിക്കിത് ഒട്ടും കൺഫേം അല്ല ഇത് ജെന്യുവൻ ഒറിജിനൽ റോഡാണോ എന്നുള്ളത്. പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. അത്യാവശ്യം പവറുണ്ട് കേട്ടോ. പവർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കല്ലും റോഡാണ്. ഇച്ചിരി കല്ല് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഷേക്സ്പിയർ ബ്രാൻഡിലാണ് വരുന്നത് കേട്ടോ. ഷേക്സ്പിയർ എന്നുള്ള പേരിൽ തന്നെ ടിഗർ എന്നുള്ള പേരിലാണ് പറയുന്നത്. TIGR ടൈഗർ. അപ്പോൾ ആ ഒരു പേരിലാണ് സാധനം വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസുകളുണ്ട്. അപ്പം അത് ഒരു 4-5 പീസ് ഇതിനകത്തുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ 4-5 കൂടുതൽ സാധനം പൊങ്ങി വരുന്നുണ്ട്. ഞാൻ ഇത്രയൊന്നും ഓർഡർ ചെയ്തില്ലായിരുന്നല്ലോ. ഞാനിത് 5 പീസ് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. വാട്ടർ അത് 10-15 പീസ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്ര വന്നിട്ടുണ്ടോ നോക്കാം. ഈ സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ട്രോയുടെ 7 ഫീറ്റിൻ്റെ റോഡും 7 അല്ല 6.8. ഇപ്പോൾ 6.8 ആണോ. നല്ല റോഡാണ്. അത്യാവശ്യം നമ്മൾ കടയിൽ ഒരു ബിഗിനേഴ്സ് കോംബോയ്ക്ക് അത് ചെയ്യുന്ന റോഡാണ്. നല്ല റോഡാണ്. ഇതും വലിയ പ്രീമിയം ക്വാളിറ്റി കോംബോ എന്നുള്ളതല്ല, പക്ഷേ ഇത് നല്ല റോഡാണ്. നല്ല റോഡെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് നമ്മൾ കടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. മാസ്ട്രോ കുറച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറെ എന്തോ ഉണ്ട്, നോക്കട്ടെ എത്ര വന്നിട്ടുണ്ടെന്ന്. ഇതുമല്ല, ഇനിയും റോഡുകളുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് റോഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഒരു മാസ്ട്രോ സ്റ്റോൺ എന്ന് പറയുന്നൊരു മോഡലുകളുണ്ട്. അതും ഇപ്പം ഞാൻ ഈ എടുത്തതിനകത്ത് കുറച്ച് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് കടയിൽ നിലവിൽ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇത് ഞാൻ പിന്നെ സ്റ്റോക്കിൽ കയറ്റി. ഇതും 6.8 ആണെന്നാണ് എൻ്റെ വിശ്വാസം. കയറ് ഇത് 6.8 ആണെന്നാണ് വിശ്വാസം. 7 അല്ല. ഒരു ചെറിയ ഗ്യാപ്പ് വ്യത്യാസം കണ്ടോ.
7 ആയിരുന്നു ഇതിന് ഇത്രയും കൂടെ ഹൈറ്റ് വന്നതിന്. ഇപ്പോൾ 6.8 ആണ്. ഇതിൻ്റെ 7 നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ സാധനം ഇതും നമുക്ക് സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട്. ഇതിനകത്തുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വെച്ചതിനകത്ത് വേറെ റോഡുകളുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരക്കാൻ കൊടുക്കാം. ഇതെല്ലാം ആക്ച്വലി നമുക്ക് ബിഗിനേഴ്സ് കോമ്പോ ഒരു ക്വാളിറ്റിയിൽ അത്യാവശ്യം വാങ്ങിച്ചാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ ഒരു 2500-3000 രൂപയ്ക്കകത്തൊക്കെ പറ്റുന്ന സെറ്റിനകത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന റോഡുകളാണത്. പിന്നെ അതേപോലെ സ്ലിംഗ് ഷോട്ടിൻ്റെ മറ്റേ റീല് വെക്കുന്ന ബെൽറ്റ്, പിന്നെ അതിൻ്റെ തന്നെ മറ്റേ ഇതിലൊക്കെ ഇടാപ്പുണ്ടല്ലോ മറ്റേ കയ്യിലടിയിട്ടാത്ത സാധനം. അപ്പോൾ അതേ സാധനം. പിന്നെ ഇതിനകത്തൊരു കാര്യം, ഇത് രണ്ടും കൂടെ സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ സെറ്റായിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. നമുക്ക് ഈ സാധനം വേണ്ട എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് പറ്റത്തില്ല, ഇതും കൂടെ സെറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ സെറ്റായിട്ടേ തരത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നതും സെറ്റായിട്ടേ കൊടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ട് ഇത് മാത്രം ഇടുന്നുണ്ട്, ഇത് വിറ്റ് പോകത്തില്ല. അപ്പം വാട്ടവർ ഇത് രണ്ടും കൂടെ ഒരുമിച്ചേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അങ്ങനെ വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പം അത് പിന്നെ അടുത്ത ചൂടെടുക്കുന്നേ അടുത്ത സെറ്റ് ഇപ്പോൾ നോക്കട്ടെ. അടുത്തത് ഇത് വേറെ കൺസൈൻമെൻ്റ് കേട്ടോ. നമുക്ക് ഈ വന്ന ഡീലർക്ക് വന്ന സാധനങ്ങളല്ല, ഇത് വേറെയാണ്. ഷിമാനോ സെഡോണ C5000. ഇത് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രതീക്ഷിച്ച സാധനമല്ല. നമുക്ക് വന്നത് എല്ലാം പ്രീമിയം ഐറ്റംസിൻ്റെ ഒരു ബോക്സാണ്. അത് ഞാൻ കാണിച്ചത്. ഷിമാനോ സെഡോണ 5000. ഇത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റീലാണ്. സ്റ്റോക്കിൽ വന്നപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. അതെന്ത് ഷിമാനോ സെഡോണ 5000. ഇതിൻ്റെ റേറ്റ് വേണ്ടേ 5680 ഇതിൽ കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ റേറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ട് അവിടെ ഇരുന്ന ഓൾഡ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു. വാട്ടെവർ റേറ്റ് ഞാൻ കൺഫേം പറയുന്നില്ല. ഇത് ഓൾഡ് സ്റ്റോക്കിനകത്തിരുന്ന റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. 6000 രൂപയ്ക്ക് മുകളിൽ പുതിയ അപ്ഡേഷനകത്ത് ഇതിനകത്ത് റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണേലും കറക്റ്റ് മാർക്കറ്റ് MRPയിൽ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയാണെങ്കിലും ബില്ല് വരുമ്പം കറക്റ്റ് ഇപ്പോഴത്തെ കറണ്ട് ബില്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഓൾഡ് സ്റ്റോക്കിനകത്തിരുന്ന സാധനമാണെന്നാണ് വിശ്വാസം. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ റെനോ P9X ഈ സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഇല്ല. സത്യസന്ധമായിട്ട് പറയാം, ഈ സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ അവർ പെറുക്കി ബോണസായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ നല്ല ബ്രൈഡായിട്ടോ. റെനോയുടെ നല്ല അടിപൊളി മഞ്ഞ കളർ, നല്ല അടിപൊളി സ്മൂത്ത് ബ്രൈഡുമാണ്, സ്ട്രോങ് ബ്രൈഡുമാണ്. അപ്പോൾ അതേപോലെ കുറച്ച് ബ്രൈഡ് നമുക്ക് വന്നിട്ടുണ്ട്. 5 പീസേ ഉള്ളൂ, ഒത്തിരിയൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ പറയാതെ വന്ന സാധനങ്ങളാണ്. പിന്നെ അബു ഗാർസിയയുടെ മാക്സ് 5X ലെഫ്റ്റ് സൈഡ് ഗ്രേ. ഇതിൻ്റെ റേറ്റ് ഇതേ കാണാൻ ചാൻസ് ഉണ്ട്. 6000 കൊണ്ടാണ് 6800. അപ്പം ഇതിൻ്റെ എത്ര 6750 6750 ഇതിന് ആക്ച്വലി വരുന്ന റേറ്റ്. അപ്പം അതേലെ ഒരു 2-3 എണ്ണം ഉണ്ട്. അതേലെ ഒരു 3 അബു മാക്സ്. ഇതൊന്നും വലിയൊരു അൺബോക്സിങ് അല്ല. നല്ല നല്ല കടയിലൊക്കെ എന്ന് പറയുന്നത് 10-20 വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. നമ്മൾ തീരുമ്പോൾ എടുത്ത് വെക്കും എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 2-3 ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലുക്കാനയുടെ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന സാധനമാണ് കൊമാഡോ. ലുക്കാനയുടെ കൊമാഡോ സംഭവം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കൊമാഡോ കൊള്ളാം. അത്യാവശ്യം സ്പൂളിന് ഡെപ്ത് ഉണ്ട്. അതേപോലെ വലിയ കുഴപ്പമില്ലാത്ത തമ്പാറൊക്കെ റിട്ടേൺ വരുന്നുണ്ട്. ബോഡിക്ക് ഇച്ചിരി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റൽ ബോഡിയാണോ? മെറ്റൽ ഒന്നുമല്ല, പക്ഷേ ബോഡിക്ക് ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കട്ടി ഫീൽ ചെയ്യുന്നു. മെറ്റലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ് എന്തായാലും വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെറ്റൽ ബോഡി കേട്ടോ. പക്ഷേ ഇത് തന്നെ അത്ര മെറ്റൽ ഫീല് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അടിക്കുമ്പോൾ നല്ല ഹാർഡ്നെസ് ഉണ്ട്. മെറ്റൽ ബോഡി ഫീലിംഗ് ഉണ്ട് ഒരു സാധനം. അതെന്തായാലും നമുക്കറിയാം. ഇതിന് ഇതിനകത്ത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഫുൾ കിട്ടും. അപ്പോൾ കൊമാഡോയുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് റീല് ഒരു 4-5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 4 ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ.
കൊമാഡോ സിൽവർ കളറേ കിട്ടത്തുള്ളൂ, അത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു SLX 151 പ്രീമിയം ആണേ, 12 സംതിങ് അങ്ങോട്ട് റേറ്റ് ഉണ്ടായിരുന്നു. SLX 151 151 തന്നെ വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോർമൽ റില്ല കേട്ടോ, മറ്റേ പുതിയ വെർഷനല്ല, ഇത് നേരത്തെ ആദ്യത്തെ വെർഷനാണ്. ഇത് 12 രൂപ കാണാൻ ചാൻസ് ഇല്ല, ഇതിന് വില കുറവാണ്. മൂവാട്ടവർ ഇതിപ്പം റേറ്റ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്തുണ്ടോ നോക്കി വെച്ചും പറയാം. ഇത് പുതിയ മോഡലിനാണ് 12 സംതിങ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 10,577 രൂപ. ഇതേ കിടക്കുന്ന റേറ്റ്, പുതിയ റേറ്റ് അറിയത്തില്ല, നോക്കി വെച്ചും പറയാം. ഇനി ഓൾഡ് സ്റ്റോക്ക് ആണോ ന്യൂ സ്റ്റോക്ക് ആണെന്ന് കറക്റ്റ് അറിയത്തില്ല. ന്യൂ സ്റ്റോക്ക് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതിനകത്ത് അത്രയും സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് ഇനിയൊരു വലിയ കുറേ അടുത്ത ആഴ്ച വരാനുണ്ട്. അത് ഇതിനേക്കാട്ടിലും വലിയ ലോഡാണ് കേട്ടോ. ഇതും ആക്ച്വലി വലിയ ലോഡായിരുന്നു, പീസായിട്ടാണ് വന്നത്. നമുക്ക് ഇന്ന് വന്ന ലോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കി വന്നേക്കുന്ന പീസും ലോഡും കാര്യങ്ങളും എല്ലാം കൂടെ വേറെ കൺസൈൻമെൻറ്റ് വരും. ഇത് സ്ലിംഗ് ഷോട്ടിൻ്റെ പുതിയ വേർഷൻ സ്ലിംഗ് ഷോട്ടിൻ്റെ സ്ലിംഗ് മാത്രം വന്നിട്ടുണ്ട് ഗൈസ്. ഇത് വെക്കടാ തുറക്കുന്നത്. ഇച്ചിരി മെറ്റൽ, നല്ല ഹെവി വെയിറ്റ് ആട്ടോ. ഫുള്ള് മെറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി വെയിറ്റിൽ വരുന്ന നല്ല അടിപൊളി സ്ലിംഗ്, നല്ല വലുപ്പമുള്ള സ്ലിംഗ്, നമുക്ക് നല്ല പവർ കൊടുത്ത് കയറ്റാൻ പറ്റുന്ന നല്ല കിള്ള സ്ലിംഗ്. ഇതിനൊക്കെ എന്ന് പറയാൻ അല്ലേ ഉണ്ടോ, എല്ലാ ഭാഗവും മെറ്റലാണ്, ഇരുമ്പിൻ്റെ ഇത് വരുന്ന നല്ല മെറ്റലിൻ്റെ നല്ല അടിപൊളി സ്ലിംഗ്. ചെറിയ സ്ലിംഗ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ വലുത് 2500 രൂപയുടെ മറ്റേ RB സ്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്. ഇത് അത്ര ഹെവി ഇല്ല, വലിച്ചാൽ പവർ കയറ്റാം, നമുക്ക് കൈകാനുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇതിന് വിലക്കുറവ് 1250 അങ്ങോട്ടാണ് ഇതിൻ്റെ വില എന്നാണ് വിശ്വാസം. കൺഫേം അല്ല, കറക്റ്റ് റേറ്റ് മെസ്സേജ് അയച്ചാൽ മതി, വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അപ്ഡേഷൻ കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി അങ്ങ് വാങ്ങിക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ നമ്മുടെ കടയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി നമ്മളെ വിളിക്കുകയൊന്നും വേണ്ട. അടുത്തുള്ള കടകളിൽ ആദ്യമേ കോൺടാക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പം എത്ര ഐറ്റംസ് അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട്. ഷിമാനോയുടെ ഒരു 2-3 റീല്, അതുപോലെ അബുഗാസിയുടെ 2-3 റീല്, പിന്നെ ഈ സ്ലിംഗ് ഗിയർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. ഇപ്പോൾ വാട്ടവർ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന എല്ലാ സാധനത്തിൻ്റെ റേറ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നമ്മൾ ഗൂഗിൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയാം. ഇപ്പോൾ SLX ആണെങ്കിലും ഷിമാനോ SLX 151 XG റേറ്റ് ഇൻ കേരള എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ അല്ലെങ്കിൽ റേറ്റ് ഇൻ ഇന്ത്യ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാബിൾ ഔട്ട്ഡോറിൻ്റെ റേറ്റ് വരും. ക്യാബിൾ ഔട്ട്ഡോറിൻ്റെ റേറ്റ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഈ 151-1നും 150-ക്കും രണ്ട് റേറ്റാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് നോക്കുക, റേറ്റ് നോക്കിയിട്ട് സാധനം എടുക്കുക. അതൊന്ന് സോറി, ഞാൻ പറഞ്ഞുള്ള കാര്യം വിട്ടുപോയി. റേറ്റ് നോക്കുക, അപ്പോൾ നമുക്ക് ഏകദേശം റേറ്റ് കിട്ടും ഈ പറയുന്ന എല്ലാ പ്രോഡക്റ്റും. പിന്നെ അബുഗാർസിയുടെ നെറ്റിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അത് പിന്നെ ഏതെങ്കിലുമൊക്കെ കടക്കാരുടെ ബ്രോഡ്കാസ്റ്റ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഇനി ഇതൊക്കെ നോർമലി കിട്ടത്തില്ല, ഇതൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കിട്ടും, ഇതിൻ്റെ കറക്റ്റ് റേറ്റ് കിട്ടും, ഷിമാനോയുടെ കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ ഈ റെനോ, നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്റ്റും ഈ ഫ്രോഗിൻ്റെ ഹാൻഡ്മെയ്ഡ് ഫ്രോഗിൻ്റെ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ലുക്കാന, ഡൈവ, ഷിമാനോ, അബുഗാസി, ഷിമാനോ അങ്ങനെയൊക്കെ പെട്ട ഒരുമാതിരിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഇന്ത്യയിലുള്ള എല്ലാം MRP റേറ്റ് ഗൂഗിളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കറക്റ്റ് നോക്കുക, ആ കറക്റ്റ് റേറ്റ് എനിക്ക് തരുകയും വേണം. നമുക്ക് വിലക്കുറവെന്ന് പറയുന്ന പരിപാടിയില്ല, വില കുറച്ചുള്ള ബിസിനസ് മാക്സിമം ഇല്ല. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം അവരെന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് പോകാത്തതെന്നുള്ളവരെ അവർക്കറിയാം. നമ്മൾ വിലക്കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസ്റ്റമറിനെയും വിളിച്ച് കടയിൽ കയറ്റത്തില്ല. അത് കാരണം വേറൊന്നുമല്ല, അപ്പം വരുന്ന ഒരു കസ്റ്റമറിന് ഞാൻ വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കുറച്ച് കൊടുക്കുന്ന പൈസ ഞാൻ വേറെ ഒരു കസ്റ്റമറിൽ നിന്ന് ഞാൻ അവനറിയാത്തത് വലിച്ചെടുക്കണം. എന്നാൽ മാത്രമേ എൻ്റെ ബിസിനസ് സ്റ്റേബിളായി പോകത്തുള്ളൂ. എനിക്കങ്ങനെ വേണ്ട, എനിക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ പ്രൈസ് റേഞ്ചിൽ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് വിലക്കുറവെന്നുള്ളൊരു സ്കീം നമ്മൾ ചെയ്യാത്തത്. നമുക്ക് വിലക്കുറവില്ല, എല്ലാവർക്കും ഒരേ സ്കീമിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കും, സാധനം ഒരേ പൈസയ്ക്ക് കൊടുക്കും. അല്ലാണ്ട് വില കുറച്ച് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പം വരുന്ന ഒരു കസ്റ്റമർ പരിചയക്കാരനാണ്, നീ ഒരു 300 രൂപ കുറച്ചാ, ആ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തവൻ വരും, അവനപ്പം ഇതിൻ്റെ റേറ്റ് അറിയത്തില്ല. അപ്പോൾ അവൻ്റെ ഒരു 300 രൂപ കയറ്റിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ സ്റ്റേബിലിറ്റി കിട്ടും, സ്റ്റേബിളായി പോകും. അങ്ങനെയുള്ള ബിസിനസ് എനിക്ക് വേണ്ട. അവൻ വന്നാലും അവന് കറക്റ്റ് റേറ്റ്, ഇവൻ വന്നാലും അവന് കറക്റ്റ് റേറ്റ്, ആ രീതിയിൽ പോകുന്നത് കൊണ്ടാണ് നമ്മൾ കറക്റ്റ്
MRP ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർ വരുന്നതും. പിന്നെ നമ്മുടെ വാറണ്ടിയുടെ കാര്യം, 6 മാസം വരെ വാറണ്ടി ഉണ്ട്. 6 മാസത്തിൻ്റെ ഇടയിൽ ഈ 6 മാസം വാറണ്ടി ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നുണ്ടോ. 1 വർഷം വരെ ആയിട്ട് 6 മാസം വാറണ്ടി കൊടുത്തേക്കുന്ന കസ്റ്റമേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറയാൻ നമുക്ക് സർവീസ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ലാഗ് കിട്ടിപ്പോകും. കാരണം വർക്ക് ഒത്തിരി ഉണ്ട്, ഓവർലോഡ്. നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വർക്ക് നമുക്ക് വരുന്നത് കൊണ്ടാണ് ആ ഒരു ലാഗ് നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ സോൾവ് ചെയ്യണം. പിന്നെ ഇപ്പോൾ സീസൺ ടൈം സർവീസ് പൊതുവെ ലാഗുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സീസണും കൂടെ ആയപ്പോൾ ഇച്ചിരിയും കൂടെ ലാഗായിപ്പോയി. എന്നാൽ അതുകൊണ്ട് കസ്റ്റമേഴ്സ് മാക്സിമം ധൃതി പിടിപ്പിച്ചൊന്നും ഉള്ളവരാരും നമുക്ക് കുറേ ഇപ്പം തരുന്നത്. കാരണം നമ്മൾ ചെയ്തു തരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അതല്ല പണിഞ്ഞ് തന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് ഏതാണെങ്കിലും കേട്ടിട്ടോ. ഇതിപ്പോൾ കേരളത്തിലുള്ള ഒരു കടക്കാരും അത് ഏക്കത്തില്ലേ പോലും നമുക്ക് അയച്ചത് നമ്മൾ പണി തരും. അത് നമ്മുടെ നോളജാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ കയറ്റി കിട്ടും. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയാണ് ഇന്ന് വന്നേക്കുന്ന സ്റ്റോക്ക്. ഇനി ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട്. ഈ വന്നേക്കുന്നതൊക്കെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു 2 ഇരട്ടി സ്റ്റോക്ക് കൂടെ ഇപ്പം വരാനുണ്ട്. അപ്പോൾ അതുകൂടെ വരുമ്പോൾ ഓരോരോ വീഡിയോ ഞാൻ ചെയ്യും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.